ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ല്യൂമ വെസ് സാച്ചുറേഷൻ, സാച്ചുറേഷൻ വെസ് സാച്ചുറേഷൻ, സാച്ചുറേഷൻ വെസ് ലൂമിനൻസ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ അത്ര യൂസ് ചെയ്യുന്ന ഒരു ഭാഗം അല്ലെങ്കിലും കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ്. മസ്റ്റായിട്ടും ഈ ഒരു ഭാഗങ്ങൾ പരിചയപ്പെട്ട് തന്നെ പോകണം. ഇത് നിങ്ങൾക്ക് എവിടേക്കോ ഉപകാരപ്പെടും. ഓക്കെയാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിൽ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വരുന്ന ഭാഗം ല്യൂമ വെസ് സാച്ചുറേഷൻ ആണ്. അതായത് ലൂമിനൻസ്, വൈറ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ല്യൂമയും സാച്ചുറേഷൻ എന്താണ്? കളറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലേ. ല്യൂമയിലെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇവിടെ ഒരു കർവിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് ഒരു കറുത്ത ഭാഗമുണ്ട്, ഒരു വെളുത്ത ഭാഗമുണ്ട്. ആ കറുപ്പ് നിന്ന് വെള്ളയിലേക്ക് ഇങ്ങനെ മാറി മാറി വന്ന അവസാനം പ്യൂർ വൈറ്റ് ആയിട്ട് മാറുകയാണ് അല്ലേ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഹൈലൈറ്റഡ് ഏരിയ ആണ്, ഇവിടെ ഷാഡോ ഏരിയ ആണ്. അപ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും വീണ്ടും ഇയാൾ ഹൈലൈറ്റും ഷാഡോ ആയിട്ട് വന്നോന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മസ്റ്റായിട്ട് മനസ്സിലാക്കുക. കളർ ഗ്രേഡിങ് അല്ലെ കളർ കറക്ഷൻ ഒരു വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ ഹൈലൈറ്റും ഷാഡോയും മിഡ് ടോണും മാത്രമാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെയാണ്. ഈ ഒരു ഭാഗം മനസ്സിൽ വെക്കുക വീണ്ടും. ഓക്കെ, അപ്പോൾ ഈ കറുത്ത ഏരിയ അതാണ് ഷാഡോ ഏരിയ. ഇവിടെ ഏതാ വീഡിയോയിൽ വരുന്നത്? അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിടാം ക്ലിപ്പ്. ഈ ഇതിൽ വരുന്ന ഈ കറുത്ത ഏരിയ കണ്ടോ, ഇതാണ് ഷാഡോ ഏരിയ. ഇതിൽ ഹൈലൈറ്റഡ് ഏരിയ ഈ പൂവാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കും. ല്യൂമ അതായത് ലൂമിനൻസ്, വൈറ്റ് കളറിൻ്റെ അകത്തുനിന്ന് കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കളർ കുറയ്ക്കാൻ പോവാണ്. സാച്ചുറേഷൻ നിങ്ങൾക്ക് അറിയാമല്ലേ. സാച്ചുറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ കളറിൻ്റെ ഡെപ്ത് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകും. ഇപ്പോൾ സാച്ചുറേഷൻ എന്താ മനസ്സിലായല്ലോ, കളറിൻ്റെ ഡെപ്ത് ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ട് ഇനി പറയണ്ടല്ലോ. ഇനി ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു കളറിൻ്റെ അകത്തുനിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ അതായത് ഷാഡോ ഏരിയ കുറച്ച് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നോക്കിയോ, അതിൻ്റെ സാച്ചുറേഷനാണ് കുറയുക. അതായത് കണ്ടോ, ഷാഡോ ഏരിയ, ഈ കറുത്തിരിക്കുന്ന ഏരിയത്തെ സാച്ചുറേഷൻ വല്ലാതെ കുറഞ്ഞു പോയി അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്ത് താഴേക്ക് വലിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കറുത്തിരിക്കുന്ന ഏരിയ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഉള്ള കളറുകൾ മിസ്സായി. കണ്ടോ, ഈ കറുത്തിരിക്കുന്ന ഷാഡോ ഏരിയസിൽ മൊത്തം കളറും മിസ്സായി. ഇവിടെ ഇപ്പോൾ കളറുള്ള ആർക്കാണ്? ഹൈലൈറ്റഡ് ആയിട്ട്, അതായത് വെളുത്തിരിക്കുന്ന ഭാഗത്തുള്ള കളറുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ 2 പോയിന്റുകൾ വീണ്ടും ആഡ് ചെയ്തു. ഈ വെളുത്തിരിക്കുന്ന ഭാഗത്ത് ഞാനൊന്ന് താഴേക്ക് കൊണ്ടുവരികയാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ലൈറ്റുള്ള ഭാഗം, ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ കറുത്ത് പോയി. കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോയി. ആ ഷാഡോ ഏരിയ, അതായത് ഈ ഷാഡോ ഏരിയയിലിരിക്കുന്ന കറുത്ത ഭാഗങ്ങളൊക്കെ കളർഫുള്ളായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലൂമിനൻസിൻ്റെ അകത്ത് നിന്ന് സാച്ചുറേഷൻ മിസ്സായാൽ ഉണ്ടാവുന്ന അവസ്ഥ. അപ്പോൾ അതിന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇവിടെ ഒരു മിഡ് ടോൺ ആഡ് ചെയ്ത ശേഷം ഞാൻ ഇതേപോലെ മിഡ് ടോൺ അപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, എല്ലാ ഭാഗവും ഓൾമോസ്റ്റ് ഒരേപോലെയാണ് ആവുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ. ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞ് വഷളാകണ്ടല്ലോ അല്ലേ, കൺഫ്യൂഷൻ കൂട്ടണ്ടല്ലോ. ഇനി തൊട്ടപ്പുറത്തുള്ള കർവ് എന്താണെന്ന് നോക്കാം. തൊട്ടപ്പുറത്തുള്ള കർവ് എന്ന് സാച്ചുറേഷൻ വെസ് സാറ്റ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഏരിയ, കൂടുതൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഈ വെള്ള കളറിൽ വരുന്നത്. കുറഞ്ഞ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഏരിയ, അതായത് സാച്ചുറേഷൻ കുറവുള്ള ഭാഗമാണ് ഈ ഏരിയ വരുന്നത്. ഓക്കെയാണ്. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറുത്ത ഭാഗത്തുനിന്ന് കുറച്ച് താഴേക്ക് വലിക്കുകയാണ്. അപ്പോൾ അവിടെ സാച്ചുറേഷൻ കുറവുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്ക് ഭാഗം തന്നെയാണ്. അവിടെ ബ്ലറാണ്, കൂടുതൽ കളറും ഇല്ല. അപ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ ഈ ഏരിയയിലാണ് വന്നേക്കുന്നത് അല്ലേ. തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുന്ന് മുന്നോട്ടേക്ക് കളർ കയറ്റുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പൂവിനായിരിക്കും കാര്യമായിട്ട് ബാധിക്കുക. കണ്ടോ, കുറച്ച് കഴിഞ്ഞാലും ആ പൂവിനെയാണ് കാര്യമായിട്ട് ബാധിക്കുന്നത്. കണ്ടോ, അവിടെയാണ് കൂടുതൽ കളറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ക്ലിപ്പിൻ്റെ അകത്ത് നോക്കാം അല്ലേ. നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, സാച്ചുറേഷൻ ആണ് കേട്ടോ. ഇവിടെ സാച്ചുറേഷൻ കൂടുതലുണ്ട്, ഇവിടേക്ക് സാച്ചുറേഷൻ കുറവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റൈലിലേക്ക് കുറച്ച് മാറിയില്ല, ബ്ലർ ആയതുകൊണ്ട്. ഇവിടെ പക്ഷേ കളർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഏരിയ സാച്ചുറേഷൻ കുറവുള്ള ഏരിയ ആണ്, ഈ ഏരിയ സാച്ചുറേഷൻ കൂടുതലുള്ള ഏരിയ ആണ്. ഇവിടെ ലൈറ്റ് അല്ല, സാച്ചുറേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടേക്ക് ആഡ് ചെയ്ത് 2 പോയിന്റ് ആഡ് ചെയ്ത ശേഷം ഈ സാച്ചുറേഷൻ കുറവുള്ള ഏരിയയിൽ നിന്ന് കളറിനെ വലിക്കുകയാണ്. ഇവിടുന്ന് കളർ വല്ലാതെ വലിഞ്ഞു പോയില്ലേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ലൈറ്റ് കൂടുതലുള്ള ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേഷന് കൂടുതലുള്ള ഭാഗം എന്നാണ് അർത്ഥം. ഇവിടെ ലൈറ്റ് അല്ല, സാച്ചുറേഷൻ ആണ് കേട്ടോ. കണ്ടോ, സാച്ചുറേഷൻ ഇവിടുന്ന് മിസ്സായി. അതായത് ഇവിടെ സാച്ചുറേഷൻ കൂടുതലായിട്ടുണ്ട്, ആ ഏരിയയിൽ നിന്ന് സാച്ചുറേഷൻ മിസ്സായി. നിങ്ങൾക്ക് കളർഫുൾ ആയുള്ള ഇമേജുകൾ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഐഡിയ കിട്ടില്ലോ. ഇനി സാച്ചുറേഷൻ വെസ് ലൂമിനൻസ് ആണ്. നേരത്തെ ഫസ്റ്റ് ചെയ്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ഫസ്റ്റ് നമ്മൾ ഈ വെള്ള കളറിൻ്റെ അകത്തുനിന്ന് സാച്ചുറേഷൻ ആണ് ഒഴിവാക്കി. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? സാച്ചുറേഷൻ്റെ അകത്തുനിന്ന്, അതായത് ഈ കളറിൻ്റെ അകത്തുനിന്ന് വൈറ്റിനെയാണ് ഒഴിവാക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ബ്ലാക്കിഷ് ഏരിയ ആണ്, ഷാഡോ ഏരിയ ആണ്, ഇവിടെ ഹൈലൈറ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ പോയിന്റ് ആഡ് ചെയ്തിട്ട് നോക്കാം അല്ലേ. ഞാനിവിടെ കറുത്ത ഏരിയകൾ മിസ്സാകുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഈ ഏരിയാസ് ആണ് അല്ലേ. ഈ ഏരിയാസിലെ ലൈറ്റ് അവിടുന്ന് വല്ലാതെ വലിഞ്ഞു പോയി. കളറ് പോകുന്നില്ല, ലൈറ്റാണ് അവിടുന്ന് വല്ലാതെ വലിഞ്ഞു പോകുന്നത്. കണ്ടോ, ഇനി ഈ മഞ്ഞ കളറുള്ള ഏരിയ എന്താണ്? ഓവർ സാച്ചുറേറ്റഡ് ഏരിയ ആണ് അല്ലേ. ഓവർ അതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് നമുക്ക് കൂട്ടാം കുറയ്ക്കാം. കണ്ടോ,
നോക്കിയോ റീസെറ്റ് ചെയ്യണേ. ഈ ഭാഗം ഞാനിങ്ങനെ കൂട്ടുകയാണെങ്കിൽ കണ്ടോ മഞ്ഞ കളറിൻ്റെ ലൈറ്റ് കൂടുന്നു കുറയുന്നു. ഇതേപോലെയുള്ള ഭാഗങ്ങൾ കറുപ്പും വെളുപ്പുള്ള ഭാഗങ്ങളൊക്കെ ഇതൊക്കെ ഇൻഡോർ ഷൂട്ടിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. നമുക്ക് മുന്നോട്ടേക്ക് മാസ്ക് ഒക്കെ ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ പറയാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനെങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കി ഇങ്ങനെ എടുക്കാനുള്ള ഒരു ഐക്കണാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ ഒന്നുമില്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അവിടെ തന്നെ വന്ന് ഫിറ്റ് ആവും. പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഐക്കണാണ്. അത്രേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഏരിയ തൊട്ടിട്ട് ഈ ഏരിയ വരെ കവർ ചെയ്ത് പോയിട്ടോ.